അന്തിക്കാട് താന്യം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി കെ ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ രാജീവ് അധ്യക്ഷത വഹിച്ചു. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെയും CPIM ഗുണ്ടകളെയും ഉൾപ്പെടുത്തി അടിച്ചമർത്താമെന്ന പിണറായി വിജയന്റെ ശ്രമങ്ങൾ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിക്ക് സമാനമാണെന്ന് DCC ജനറൽ സെക്രട്ടറി പറഞ്ഞു. കെ ബാബു, ആന്റോ തൊറയൻ, VK പ്രതീഷ്, ഷൈൻ പള്ളിപ്പറമ്പിൽ, VK മോഹനൻ, രമേശൻ, CR രാജൻ, റസിയ ഹബീബ്, ഗീതാദാസ് എന്നിവർ സംസാരിച്ചു. പോലീസ് അല്ല ആക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ കരിങ്കൊടിയുമായി വരുന്ന പ്രവർത്തകരെ DYFക്കാർ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാവേർപ്പട എന്ന് പറയുന്ന ചോറ്റുപട്ടാളം എന്ന് പറയുന്ന DYFക്കാർ, അവർക്ക് മറ്റു യാതൊരു പണിയുമില്ല. കാശ് ഭരിക്കുന്നു, ചോറ് കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരെയും മർദ്ദിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാക്കി അവർ മാറ്റിയിരിക്കുന്നു. യാതൊരു കാരണമില്ലാതെ അവർ തല്ലുന്നു. നേരത്തെ രാജീവ് പറഞ്ഞ പോലെ ഭിന്നശേഷിക്കാരനായ സംസ്ഥാന സെക്രട്ടറി, രണ്ട് കാലമില്ലാത്ത ഞങ്ങളുടെ പ്രവർത്തകൻ, അദ്ദേഹം ഒരു സൈഡിൽ മാറി നിന്നുകൊണ്ട് ഈ കരിങ്കൊടി കാണിക്കുന്നു. പോലീസ് അദ്ദേഹത്തെ മാറ്റുന്നു. പോലീസ് ഉപദ്രവിക്കുന്നില്ല. പോലീസിലും നല്ലവരുണ്ട്. മഹാഭൂരിപക്ഷവും പോലീസുകാരും വലിയ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. ഈ രാജാവ് കടന്നു പോകുമ്പോൾ മണിക്കൂറുകളാണ് റോഡിന്റെ പക്കത്ത് വെയിലത്ത് നിൽക്കുന്നത്. അവർക്കും പ്രയാസമുണ്ട്. ഞങ്ങളവർ കുറ്റം പറയുന്നില്ല. അങ്ങനെ ഭിന്നശേഷിക്കാരനെ പോലീസ് പതുക്കെ പിടിച്ചു മാറ്റുമ്പോൾ കേരള സദസ്സ്, ജനക്ഷേമ സദസ്സ് എന്ന മെനിയും ധരിച്ച DYFക്കാർ ഓടി വന്ന് പിന്നിൽ നിന്ന് ചവിട്ടുന്നു.